Hello, in this section we are discussing about soil erosion. Soil erosion. Soil erosion is a naturally occurring process that affects all landforms. Soil erosion refers to the wearing away of topsoil by the natural physical forces of water and wind. Soil erosion ഒരു കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഈസ് വിയറിങ് അവേ ഓഫ് ദ ടോപ്പ് സോയിൽ. ഒരു എർത്ത് സർഫസിലുള്ള ടോപ്പ് സോയിൽ വാട്ടറിൻ്റെയോ അല്ലെങ്കിൽ വിൻഡിൻ്റെയോ ഇൻഫ്ലുവൻസ് കൂടെ റിമൂവ് ചെയ്ത് വരുന്ന പ്രോസസ്സിനെയാണ് സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. സോയിൽ കോമ്പാക്ഷൻ, ലോ ഓർഗാനിക് മാറ്റർ, ലോസ് ഓഫ് സോയിൽ സ്ട്രക്ചർ, poor internal drainage, salinization, soil acidity problems are other serious soil degradation conditions that accelerate the soil erosion process. വിൻഡിൻ്റെയും വാട്ടറിൻ്റെയും ഇൻഫ്ലുവൻസിന് പുറമെ സോയിൽ കോമ്പാക്ഷൻ, ലോ ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ സോയിൽ സ്ട്രക്ചറിൻ്റെ ലോസ്, പുവർ ഡ്രെയിനേജ്, ഇന്റേണൽ ഡ്രെയിനേജ്, സലൈനൈസേഷൻ, അസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ തന്നെ സോയിൽ ഡീഗ്രഡേഷന് കാരണമാകുകയും അത് പിന്നീട് സോയിൽ ഇറോഷന് കാരണമാകുകയും ചെയ്യും. പ്രധാനമായിട്ടും സോയിൽ ഇറോഷൻ്റെ ടൈപ്സിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: സോയിൽ ഇറോഷൻ ബൈ വാട്ടർ ആൻഡ് സോയിൽ ഇറോഷൻ ബൈ വിൻഡ്. Soil erosion by water. Detachment of soil particles from aggregates primarily by rainwater and flowing water and their transport by runoff are involved in soil erosion by water. വാട്ടർ കൊണ്ടുണ്ടാകുന്ന സോയിൽ ഇറോഷനിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഡ്രെയിൻ ഡ്രോപ്സ് കൊണ്ട് മഴ കൊണ്ടുണ്ടാകുന്ന ഇറോഷനോ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടർ അല്ലെങ്കിൽ ഫ്ലോയിങ് വാട്ടർ കൊണ്ടുണ്ടാകുന്ന ഇറോഷനോ ആണ്. ആൻഡ് ദ പ്രിൻസിപ്പൽ ടൈപ്പ് ഓഫ് soil erosion includes splash erosion, sheet erosion, interdrill erosion, rill erosion, gully erosion, landslides and stream erosion. Sand, sandy loam, loam textured soils, സ്ലിറ്റും അല്ലെങ്കിൽ വെരി ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ കാട്ടുമൊക്കെ ഇറോഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി അതുകൊണ്ട് തന്നെ കുറവാണ്. The next factor is slope gradient and length. The steeper and the longer the slope of a field, the higher the risk for erosion. And soil erosion by water increases as the slope length increases due to the greater accumulation of runoff. അടുത്ത ഘടകം എന്ന് പറയുന്നത് സ്ലോപ്പിന്റെ ഗ്രേഡിയന്റും അതുപോലെ ലെങ്ത്തുമാണ്. സ്റ്റീപ്പ് സ്ലോപ്പ് ആണെങ്കിൽ അവിടെ ഇറോഷൻ വളരെ കൂടുതലായിരിക്കും. കമ്പാരിറ്റീവ്ലി ജെന്റൽ സ്ലോപ്പിൽ ഇറോഷന്റെ എമൗണ്ട് കുറവായിരിക്കും. Then cropping and vegetation. The potential for soil erosion increases if the soil has no or very little vegetation cover or crop residues. Plant and residue cover protects the soil from raindrop impact and splash, tend to slow down the movement of runoff water and allows excess surface water to infiltrate. അടുത്ത ഘടകം ക്രോപ്പിംഗ് പാറ്റേൺ അതുപോലെ തന്നെ വെജിറ്റേഷനുമാണ്. ഒരു വെജിറ്റേഷൻ കവേർഡ് ആയിട്ടുള്ളൊരു സർഫസ് ആണെങ്കിൽ അവിടുത്തെ സോയിൽ ഇറോഷൻ കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. കാരണം വരുന്ന വാട്ടറിനെ ഒരു പരിധി വരെ അതിൻ്റെ ഇഫക്റ്റ് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് വെജിറ്റേഷൻ സഹായിക്കാറുണ്ട്. ഇനി വെജിറ്റേഷൻ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ അവിടുത്തെ erosion rate എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. Then deforestation. Without plant cover, erosion can occur, sweep the land into rivers. The agriculture plants that often replace the trees cannot hold into the soil, and many of these plants such as coffee, cotton, palm oil, soybean, wheat can actually worsen soil erosion. ഡിഫോറസ്റ്റേഷൻ, അതായത് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ വെജിറ്റേഷൻ മാറ്റിയിട്ട് ഇപ്പോൾ കോഫി, കോട്ടൺ, പാം ഓയിൽ, സോയാബീൻ, വീറ്റൊക്കെ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു പരിധി വരെ സോയിൽ ഇറോഷൻ അത് തടയുമായിരിക്കുമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, അത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലാണിത് ബിഹേവ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പ്ലാന്റേഷൻസ് കൊണ്ട് അത് സോയിൽ ഇറോഷനെ കുറച്ചുകൂടെ വേഴ്സൺ ചെയ്യാണ് ചെയ്യുന്നത്. കാരണം പ്ലാന്റ്സിൻ ഇത്തരത്തിലുള്ള അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നത് വഴി ഫെർട്ടൈൽ സോയിൽ റിമൂവ് ചെയ്യുകയും അതുവഴിയിട്ട് സോയിലിൽ ലോസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ദെൻ ഫോംസ് ഓഫ് വാട്ടർ ഇറോഷൻ. ഏറ്റവും മേജർ ആയിട്ടുള്ള വാട്ടർ ഇറോഷൻ ഫോംസ് എന്ന് പറയുന്നത് ഷീറ്റ് ഇറോഷൻ, റിൽ ഇറോഷൻ, ഗള്ളി ഇറോഷൻ, ബാങ്ക് ഇറോഷൻ, എഫേമറൽ ഇറോഷൻ. Sheet erosion. Sheet erosion is the movement of soil from rainwater, splash and runoff water. It typically occurs evenly over a uniform slope and goes unnoticed until most of the productive topsoil has been lost. Deposition of the eroded soil occurs at the bottom of the slope or in low areas. ഷീറ്റ് ഇറോഷൻ പ്രധാനമായിട്ടും ടോപ്പ് സോയിൽ റെയിൻ വാട്ടറിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടോ റണ്ണിങ് വാട്ടറിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടോ റിമൂവ് ചെയ്യുന്നതിനെയാണ് ഷീറ്റ് ഇറോഷൻ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും യൂണിഫോം സ്ലോപ്സിലായിരിക്കും ഒക്കർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യൂണിഫോം സ്ലോപ്സിൽ ഒക്കർ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നോട്ടീസ് ചെയ്യണമെന്നില്ല. പ്രൊഡക്റ്റീവ് സോയിൽ റിമൂവ് ചെയ്യുമ്പോഴാണ് ആളുകൾ നോട്ടീസ് ചെയ്യുന്നത്. ഇത്തരത്തിൽ റിമൂവ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതെങ്കിലും സ്ലോപ്പിൻ്റെയോ ലോ ഏരിയാസിലോ ആയിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്നത്.
Then rill erosion. Rill erosion results from surface runoff concentrates forming small yet well-defined channels. Rill erosion പ്രധാനമായിട്ട് വരുന്നത് സർഫസ് റൺ ഓഫിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ്. ചെറിയ പക്ഷേ വളരെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ചാനൽസ് വഴിയായിരിക്കും റിൽ ഇറോഷൻ നടത്തുന്നത്. This distant channels where the soil has been washed away are called drills. ഇത്തരത്തിൽ സോയിൽ വാഷ് ചെയ്ത് പോകുന്ന ആ ഒരു ചാനലിനെ വിളിക്കുന്ന പേരാണ് ഡ്രിൽ. Then gully erosion. It is an advanced stage of drill erosion. Drill erosion കുറച്ചുകൂടി advanced stage ആണ് gully erosion എന്ന് പറയുന്നത്. Gully erosion occurs when the water is channeled across unprotected land and washes away the soil along the drainage lines. ഒരു ഡ്രെയിനേജ് ലൈൻസിൽ കൂടെ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ലാൻഡിൽ കൂടെ സോയിൽ ഇറോഡ് ചെയ്ത് പോകുന്നതിനെയാണ് ഗള്ളി ഇറോഷൻ എന്ന് പറയുന്നത്. റിൽ ഇറോഷൻ്റെ കുറച്ചുകൂടെ മോഡിഫൈഡ് ഫോമാണ്, കുറച്ചുകൂടെ ഡെപ്തിൽ പോകുന്ന ഇറോഷനാണ് ഗള്ളി ഇറോഷൻ എന്ന് പറയുന്നത്. എക്സസീവ് ക്ലിയറിംഗ്, inappropriate land use, compaction of soil, etc. caused by grazing means that soil is less exposed and unable to absorb excess water. Surface runoff then increases and concentrated in drainage lines, allowing the gully erosion to develop in susceptible areas. ഇനി ഗള്ളി ഇറോഷന് പ്രധാനമായിട്ട് ഉണ്ടാകുന്നത് സോയിൽ ഒരുപാട് നാളായിട്ട് എക്സ്പോസ് ചെയ്തിടുക, അല്ലെങ്കിൽ ക്ലിയർ ചെയ്തിടുക, ഓവറായിട്ടുള്ള ഗ്രേസിങ്, ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലാൻഡ് യൂസ് അഡാപ്റ്റ് ചെയ്യുക, എക്സസീവ് ആയിട്ടുള്ള ക്ലിയറിംഗ് ഒക്കെ കൊണ്ടാണ് ഗള്ളി ഇറോഷൻസ് ഉണ്ടാകുന്നത്. Bank erosion. Natural streams and constructed drainage channel act as outlets for surface water runoff and subsurface drainage system. സാധാരണ രീതിയിൽ നോർമൽ ആയിട്ടുള്ള സ്ട്രീംസും അല്ലെങ്കിൽ കൺസ്ട്രക്ട് ആയിട്ടുള്ള ഡ്രെയിനേജ് ചാനൽസുമാണ് സർഫസ് വാട്ടർ റൺ ഓഫിനും സർഫസ് ഡ്രെയിനേജ് സിസ്റ്റംസിൻ്റെ ഔട്ട്ലെറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് അതിൽ കൂടെയായിരിക്കും ഈ നാച്ചുറൽ സ്ട്രീംസിലും ഡ്രെയിനേജ് ചാനൽസിലും കൂടെയായിരിക്കും സർഫസ് വാട്ടറും അല്ലെങ്കിൽ സർഫസ് ഡ്രെയിനേജ് സിസ്റ്റംസ് ഒഴുകുന്നത്. ബാങ്ക് എറോഷൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള അണ്ടർ കട്ടിങ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അവിടെ സ്ലംപിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് മാസ് വിസ്റ്റിങ്ങിൽ പറഞ്ഞതാണ് സ്ലംപ് എന്നാണെന്ന്. അപ്പോൾ സ്ലംപിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സും അവിടെ കൂടുതലായിരിക്കും. ഈ ഒരു ഫിഗറിൽ ആ ഒരു സ്ലംപിൻ്റെ ചെറിയൊരു പോർഷൻസ്, ബാങ്ക് എറോഷനിൽ സ്ലംപിൻ്റെ പോർഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റെയിനേജ് ഇവിടെ കൂടുതലായിട്ട് ഒഴുകുന്നത് കാരണം ഇവിടെ നിന്ന് അണ്ടർ കട്ടിങ്ങിന് പകരം ഇവിടെ നിന്ന് കൂടുതലായിട്ട് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇത്തരത്തിൽ ബാങ്ക് എറോഷൻ കാരണമാവുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് പുവർ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ പ്രാക്ടീസസ്, പിന്നെ ഇൻഅഡ്യൂക്കേറ്റ് ആയിട്ടുള്ള സ്ട്രീം മെയിൻ്റനൻസ്, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റോക്സിൻ്റെ ലൈഫ് സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വരുന്നതൊക്കെ കാരണവും ക്രോപ്പിംഗ് പാറ്റേൺസുമാണ് ബാങ്ക് ഇറോഷനെ കൂടുതലായിട്ട് ത്വരിതപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. Then ephemeral erosion. Ephemeral erosion usually occurs in natural depressions. It differs from gully erosion that the area can be crossed by farm equipment. എഫെമറൽ ഇറോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ രീതിയിലൊരു നാച്ചുറൽ ഡിപ്രഷൻസിൽ അല്ലെങ്കിൽ ബേസിൻസിൽ ഉണ്ടാകുന്ന ഇറോഷനാണ്. ഇത് ഗള്ളി ഇറോഷനായിട്ട് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ഗള്ളി ഇറോഷൻ കുറച്ചുകൂടെ ഡെപ്തിൽ ഉണ്ടാകുന്ന ഇറോഷനാണ്. ഇത് വളരെ സർഫസ് ഏരിയയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഇറോഷനാണ് എപ്പിമെറൽ ഇറോഷൻ. Soil erosion by wind. It is a natural process that moves the soil from one location to another by wind. വിൻഡിൻ്റെ സഹായത്തോടുകൂടെ സോയിലിൻ്റെ ടോപ്പ് ലെയർ ഒരു സ്ഥലത്ത് നിന്ന് മൂവ് ചെയ്ത് അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് മറ്റൊരു സ്ഥലത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ സോയിൽ ഇറോഷൻ എന്ന് പറയുന്നു. വിൻഡ് ഇറോഷൻ പ്രധാനമായിട്ടും ലൈറ്റ് വിൻഡ്സും ഉണ്ടാക്കാറുണ്ട്, സ്ട്രോങ് വിൻഡ്സും ഉണ്ടാക്കാറുണ്ട്. ലൈറ്റ് വിൻഡ്സ് ആണെങ്കിൽ ചെറിയ ചെറിയ റോൾ പാർട്ടിക്കിൾസിനായിരിക്കും മൂവ് ചെയ്യുന്നത്. പക്ഷേ ലാർജ് വോളിയം ഓഫ് സോയിൽ പാർട്ടിക്കിൾസിനെ മൂവ് ചെയ്ത് ഡസ്റ്റ് സ്റ്റോംസ് ഒക്കെ ഉണ്ടാക്കാൻ സ്ട്രോങ് വിൻഡിന് സാധിക്കാറുണ്ട്. ഇനി 3 രീതിയിലാണ് പ്രധാനമായിട്ടും വിൻഡ് സോയിൽ ഇറോഷനെ സഹായിക്കുന്നത്, പ്രത്യേകിച്ച് അതിൻ്റെ പാർട്ടിക്കിൾ സൈസിനെ വെച്ചിട്ട്. ഫസ്റ്റ് ഈസ് സസ്പെൻഷൻ, സെക്കൻഡ് ഈസ് സോർട്ടേഷൻ, ആൻഡ് തേർഡ് ഈസ് സർഫസ് ക്രീപ്പ്. The rate and magnitude of soil erosion by wind is controlled by the following factors. വിൻഡ് കൊണ്ടുണ്ടാകുന്ന സോയിൽ ഇറോഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളാണ് ഇനി താഴോട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് സോയിൽ ഇറോഡബിലിറ്റി. Very fine soil particles are carried high into the air by the wind and transported greater distance and is called suspension. ഏറ്റവും ഫൈൻ ആയിട്ടുള്ള സോയിൽ പാർട്ടിക്കിൾസിനെ വിൻഡിൻ്റെ എയറിൽ ഏറ്റവും ഹൈ ആയിട്ട് ഏറ്റവും മുകൾ ഭാഗത്ത് ക്യാരി ചെയ്യും. ലോങ്ങർ ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്യുന്നതിനാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. The fine to medium-sized soil particles are lifted a short distance into the air and drop back to the soil surfaces, damaging crops, dislodging more soil, and is called siltation. ഇനി വളരെ ഫൈൻ ആയിട്ടോ മീഡിയം സൈസ് ആയിട്ടുള്ള സോയിൽ പാർട്ടിക്കിൾസ് വളരെ കുറച്ച് ഡിസ്റ്റൻസ് മാത്രം ട്രാവൽ ചെയ്യും, അത് സോയിൽ സർഫസസിൽ വീഴുകയും അങ്ങനെ ഡാമേജസ് ക്രോപ്സിന് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നതിനെ
ആണ് സോൾട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടെ ലാർജർ ആയിട്ടുള്ള സൈസ് പാർട്ടിക്കിൾസ് ലിഫ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഏറ്റവും താഴെ കൂടെ ആയിരിക്കും അത് ട്രാവൽ ചെയ്യുന്നത്. അത്തരത്തിലുള്ള റോൾ ചെയ്യുന്നതിനെ സർഫസ് ക്രീപ്പ് എന്ന് വിളിക്കുന്നു. Then soil surface roughness. Soil surface that are not rough offer little resistance to the wind. നല്ല റഫ് ആണെങ്കിൽ അത് ഇറോഷന് കൂടുതൽ റെസിസ്റ്റന്റ് ആയിരിക്കും. അത്രത്തോളം റഫ് അല്ല സോയിൽ സർഫസ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഇറോഡ് ചെയ്ത് പോകും. Then climate. The speed and duration of wind have a direct relationship to the extent of the soil erosion. Soil moisture levels are very low at the surface of the excessively drained soil or during periods of drought, and thus releasing the particles for transport by wind. ക്ലൈമറ്റ്. ഒരു സ്ഥലത്തിൻ്റെ വിൻഡ് കൊണ്ടുണ്ടാകുന്ന ഇറോഷനെ ത്വരിതപ്പെടുത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ആ സ്ഥലത്തുള്ള ക്ലൈമറ്റ് ആണ്. ഇപ്പോൾ സോയിൽ മോയ്സ്ചർ വളരെ കുറവായിട്ട് ഒരു സർഫസ് ആണെങ്കിൽ, ഒരു എയർ റീജിയൻ ആണെങ്കിൽ, ആ സോയിലിൻ്റെ പ്രത്യേകത അവിടുത്തെ മോയ്സ്ചർ കണ്ടന്റ് വളരെ കുറവായിരിക്കും. ഡ്രൗട്ട് കണ്ടീഷൻ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടുത്തെ സോയിൽ ഇറോഡ് ചെയ്ത് പോകാറുണ്ട്. Unsheltered distance, a lack of windbreak, that is trees, shrubs, etc., allows the wind to put the soil particles into motion for a greater distance and increasing the abrasion and soil erosion. Knolls and hilltops are usually exposed and suffer the most. Unsheltered distance. ഇപ്പോൾ ഒരു വിൻഡ് ട്രാവൽ ചെയ്യുന്ന പാത്തിൽ പ്രത്യേകിച്ച് ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് വളരെ ദൂരം ട്രാവൽ ചെയ്യുകയും ആ ഇറോഷൻ്റെ ഇഫക്റ്റ് കൂടുതൽ ആവാൻ കാരണമാകുകയും ചെയ്യും. അതേസമയം പോകുന്ന പാതയിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ്, ട്രീസോ ഷ്രബ്സോ ക്രോപ്പ് റെസിഡ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വിൻഡ് മൂവ് ചെയ്യുന്നതിന് ഒരു തടസ്സം നേരിടുകയും ഇറോഷൻ്റെ ഇഫക്റ്റ് അവിടെ കുറയുകയും ചെയ്യുന്നുണ്ട്. ദെൻ വെജിറ്റേഷൻ കവർ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, വെജിറ്റേഷൻ കവറാണ് ഒരു പരിധി വരെ സോയിലിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ വെജിറ്റേഷൻ കവർ വളരെ കുറവാണെങ്കിൽ അത് ബെയർ സോയിൽ ആയിട്ട് മാറുകയും അവിടെ റെസിസ്റ്റൻസ് കുറയുകയും വിൻഡ് ഇറോഷൻ കാരണം ഉണ്ടാകുന്ന സോയിൽ ഇറോഷൻ വളരെയധികം ത്വരിതപ്പെടുകയും ചെയ്യും. Then effects of soil erosion. ഇനി വിൻഡ് കൊണ്ടുണ്ടായാലും വാട്ടർ കൊണ്ടുണ്ടായാലും എന്താണ് സോയിൽ ഇറോഷൻ കൊണ്ടുണ്ടാകുന്ന ഇഫക്ട്സ്? ഫസ്റ്റ് ഓഫ് വൺ ഈസ് the loss of topsoil. Second, the soil compaction. When the soil under the topsoil becomes compacted and stiff, it reduces the ability for the water to infiltrate these deeper levels. രണ്ടാമത്തെ സോയിൽ കോമ്പാക്ഷൻ, ടോപ്പ് സോയിലിന് തൊട്ട് താഴെയുള്ള സോയിൽ ഇറോഷൻ്റെ കൊണ്ട് വളരെയധികം കോമ്പാക്റ്റ് ആയിട്ട് മാറുകയും അതിൽ കൂടെ വളരെ സ്റ്റിഫായിട്ട് മാറുകയും അതിൽ കൂടെ വെള്ളം കടന്നു പോകാതെ ഇൻഫിൽട്രേഷൻ നടക്കാതിരിക്കുകയും ചെയ്യും. ആ സോയിൽ പിന്നെ ഒന്നിനും കൊള്ളാത്ത ടൈപ്പ് സോയിലായിട്ട് മാറുകയും സോയിൽ ഇറോഷൻ കൂടുതൽ നടക്കാനും അത് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. Then reduced organic matter and fertile matter. Then poor drainage. സോയിൽ ഇറോഷൻ കൊണ്ട് ഉണ്ടാകുന്ന മറ്റൊരു ഘടകമാണ് പുവർ ഡ്രെയിനേജ് എന്ന് പറയുന്നത്. വെള്ളം കടന്നു പോകുന്നതിനുള്ള ആ ഒരു പെർമിയബിലിറ്റി എന്ന് പറയുന്നത് അതിൽ വളരെ കുറഞ്ഞു വരും. Then soil acidity level. When the structure of the soil becomes compromised, the organic matter is reduced and the soil acidity increase. ഒന്ന്, ഇറോഷൻ കൂടുതലായിട്ട് നടക്കുമ്പോൾ അതിൻ്റെ ഓർഗാനിക് മാറ്റർ കുറയും. അതായത് ടോപ്പ് സോയിൽ റിമൂവ് ചെയ്യാണ്, തൊട്ട് താഴെയുള്ള സബ് ലെയറും ചിലപ്പോൾ റിമൂവ് ചെയ്യാം. അപ്പോൾ സോയിൽ അസിഡിറ്റി കൂടുകയും അത് ആ ഒരു പ്ലാന്റ്സിൻ്റെ നിലനിൽപ്പിനെ തന്നെ ക്രോപ്സിൻ്റെ ഗ്രോത്തിനെ ബാധിക്കുകയും ചെയ്യും. ദെൻ ലോങ് ടേം ഇറോഷൻ. ചെറിയ ഇറോഷൻ ആയിരിക്കും, പിന്നീട് വലിയ ഇറോഷൻസ് ആയിട്ട് മാറി ആ ഒരു ഏരിയ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു യൂസ് ചെയ്യാൻ പറ്റാത്ത ലാൻഡായിട്ട് മാറുകയും ചെയ്യും. ചെറിയ ഇറോഷൻസ് ഒന്നായിരിക്കും വലിയ ഇറോഷനായിട്ട് ആ ഒരു ഏരിയ മാറുന്നത്. Then preventive measures. First is crop rotation. ഒന്ന്, നമുക്ക് ഒരേ ക്രോപ്പിനെ കണ്ടിന്യൂസ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യാതെ ടോപ്പ് സോയിൽ പല ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ പല ക്രോപ്സ് ആകുമ്പോൾ തന്നെ അതിൻ്റെ ബൈൻഡിങ് നേച്ചർ വ്യത്യാസമായിരിക്കും, അതിൽ യൂസ് ചെയ്യുന്ന ന്യൂട്രിയൻ വാല്യൂസ് വ്യത്യാസമായിരിക്കാം. അപ്പോൾ ഒരേ സോയിൽ ഒരേ രീതിയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ന്യൂട്രിയൻസ് നഷ്ടപ്പെടാതെ പല രീതിയിലായിരിക്കും പല ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് കാരണം ഇറോഷൻ തടയാൻ ഒരു പരിധി വരെ അത് സഹായിക്കും. ദെൻ കോണ്ടൂർ ക്രോപ്പിംഗ്. ഇപ്പോൾ സ്ലോപ്സിലൊക്കെ ആണെങ്കിൽ കോണ്ടൂർ രീതിയിൽ ലെയറായിട്ട് പാറ്റേൺ രീതിയിൽ കൃഷി ചെയ്യുന്നത് കാരണം ഇപ്പോൾ റബ്ബറൊക്കെ കൃഷി ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരിക്കും, കോഫി ടീ ഒക്കെ കൃഷി ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. ഓരോരോ ലെയേഴ്സ് ആയിട്ടായിരിക്കും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ലോപ്പിൽ അത്ര ഇറോഷൻ ഒരു പരിധി വരെ നമുക്ക് തടയാൻ കോണ്ടൂർ ഫാമിങ് സഹായിക്കാറുണ്ട്. അതുപോലെ മറ്റൊരു മെത്തേഡാണ് സ്ട്രിപ്പ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇത് പർട്ടിക്കുലർ സ്റ്റീപ്പ് സ്ലോപ്പിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രോപ്പിംഗ് മെത്തേഡാണ് സ്ട്രിപ്പ് പ്ലാന്റിംഗ് എന്ന് പറയുന്നത്, ഫാമിംഗ് എന്ന് പറയുന്നത്. ഇത് ലോങ് സ്ട്രിപ്സ് ആയിട്ടായിരിക്കും ഇവിടെ ഫാമിംഗ് നടത്തുന്നത്.
Then shelter belts and windbreaks. Shelter beltsഉം windbreaks എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നു, വിൻഡ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അതിന് തടസ്സമുണ്ടെങ്കിൽ അതിൻ്റെ വിൻഡ് എറോഷൻ്റെ ഇഫക്റ്റ് കുറയ്ക്കാൻ പറ്റുമെന്ന്. അത്തരത്തിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ടെമ്പററി ആയിട്ടുള്ള ബെൽറ്റ്സ് ആണ് ഷെൽട്ടർ ബെൽറ്റ്സ് എന്ന് പറയുന്നത്. 1-2 ഡ്രോ ആയിരിക്കും അതിലുള്ളത്. അപ്പം വിൻഡിൻ്റെ ആംഗിളിന് പ്രിവെയിലിംഗ് വിൻഡ്സിൻ്റെ റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കും അത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിൻഡിന് അത് കടന്നു പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു പരിധിവരെ ഷെൽട്ടർ ബെൽറ്റ്സ് എന്ന് പറയുന്നത് വിൻഡ് മൂവ്മെൻറ്റിനെ തടഞ്ഞിട്ട് ഒരു പരിധി വരെ വിൻഡ് കൊണ്ടുണ്ടാവുന്ന സോയിൽ ഇറോഷനെ തടയാറുണ്ട്. പക്ഷെ കുറച്ചുകൂടെ എഫക്റ്റീവ് എന്ന് പറയുന്നത് വിൻഡ് ബ്രേക്ക് ആണ്. അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ബാരിയറാണ്, വെജിറ്റേഷൻ കവറാണ്. ഒരു വലിയ ഓർച്ചാർഡ്സിനെയും അതുപോലെ തന്നെ ബിൽഡിംഗ് അപ്പാർട്ട്മെൻറ്റ്സിനെയും ഫാം സ്റ്റേഡ്സിനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിൻഡ് ബ്രേക്ക് എന്ന് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. അതിനെയൊക്കെ നമുക്ക് വിൻഡ് ബ്രേക്ക് എന്ന് വിളിക്കാം. അതായത് വെജിറ്റേറ്റീവ് കവർ മാത്രമല്ല, അല്ലാത്ത കൺസ്ട്രക്ഷൻസിനെ നമുക്ക് വിൻഡ് ബ്രേക്ക് എന്ന് വിളിക്കാം. അടുത്തത് നമ്മൾ ഡിഫോറസ്റ്റേഷൻ തടയുക, കൂടുതൽ പ്ലാന്റ്സും ട്രീസും കൾട്ടിവേറ്റ് ചെയ്യുക, എക്സസീവ് ആയിട്ടുള്ള ഗ്രേസിങ് തടയുക. മൾച്ച് മേറ്റിംഗ് എന്ന് പറയുമ്പോൾ സോയിലിൻ്റെ ഈർപ്പമൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ തടയാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഈ ചപ്പ് ചവറുകൾ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ ലീവ്സൊക്കെ മുകളിൽ, അതായത് ടോപ്പ് ലെയറിൽ ഇട്ട് കൊടുക്കുന്നതിനാണ് മൾച്ചിങ് എന്ന് പറയുന്ന ആ ഒരു പ്രാക്ടീസൊക്കെ ഫോളോ ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ സോയിൽ ഇറോഷനെ തടയാൻ സാധിക്കും.